കൊല്ലം തെന്മല ഒറ്റയ്ക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് മരം വീണു എന്ന വാർത്തയാണ് ഇപ്പോൾ ദിലീപ് ദേവസ്യ പങ്കുവയ്ക്കുന്നത്. സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന മരമാണ് കാറ്റിലും മഴയിലും വീണത്. സ്കൂൾ സമയത്തായിരുന്നു അപകടം. കെട്ടിടത്തിന് മുകളിലായി ഭാഗികമായാണ് ഈ മരം വീണത്. അതുകൊണ്ട് വലിയ ദുരന്തത്തിലേക്ക് പോയിട്ടില്ല, ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ള വിവരവും വരുന്നുണ്ട്. ദിലീപ് ദേവസ്യ, മരം വീണു, സ്കൂൾ പ്രവർത്തിക്കുന്ന സമയമാണ്, വലിയൊരു അപകടത്തിന് സാധ്യതയുള്ള സമയമായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് ആ അപകടം ഒഴിവായി എന്നുള്ളതല്ലേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും സുജിയ, സ്കൂൾ സമയത്ത് തന്നെയാണ് ഈ മരം വീണത്. കൊല്ലം തെന്മല ഒറ്റയ്ക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്കായിരുന്നു മരം വീണത്. ഉച്ചയ്ക്ക് ശേഷം കൊല്ലത്ത് പലയിടങ്ങളിലും ശക്തമായ കാറ്റും മഴയായിരുന്നു ഉണ്ടായത്. തെക്കൻ മേഖലകളിൽ, കൊല്ലം ജില്ലയുടെ തെക്കൻ മേഖലകളിലായിരുന്നു വലിയ തോതിൽ മഴയുണ്ടായിരുന്നത്. ഈ കെട്ടിടത്തിൽ, അതായത് കൊല്ലം തെന്മല ഒറ്റയ്ക്കൽ സ്കൂളിലെ ഭാഗ്യം കൊണ്ടാണ് ഇത്ര വലിയൊരു ദുരന്തം ഒഴിവായത്. വലിയൊരു അപകടമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കെട്ടിടത്തിന്റെ ഉറപ്പുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് കാണാം, ആ മരം വന്ന് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. അതായത് ബിൽഡിങ്ങിന് മേലെ ഉറപ്പുകൊണ്ട് തന്നെ, അല്ലായിരുന്നെങ്കിൽ ആ കെട്ടിടം തന്നെ വീണ് വലിയൊരു അപകടം തന്നെ സംഭവിച്ചേക്കാം. മറ്റൊരു സ്ഥലങ്ങളിൽ നിന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയുടെ കടയ്ക്കൽ ഭാഗത്ത് ചിതറയിലാണ് ഈ മഴ നാശം വിതച്ചിരിക്കുന്നത്. അവിടെ കിഴക്ക് ഭാഗത്ത് പോത്തൻകോട് റോഡിൽ ഗതാഗതം പൂർണ്ണമായും മരം വീണ് തടസ്സപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ വൈദ്യുതി ലൈനുകളും പൊട്ടി വീണു. മറ്റൊന്ന്, കരുനാഗപ്പള്ളിയിൽ കാറ്റിലുണ്ടായ നാശനഷ്ടത്തിൽ മരം വീണ് ഒരു കാറ് പൂർണ്ണമായും തന്നെ തകർന്നിരിക്കുന്നു. കരുനാഗപ്പള്ളി ശക്തിപറമ്പ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിന് സമീപം ഇന്ന് ഉച്ചയ്ക്ക് 2:45 മരം വീണത്. ഈ മരം വീഴുന്നതിൽ സുഭാഷ് എന്നയാളുടെ കാറിന് മുകളിലേക്ക് മരം വീഴുകയും വലിയ നഷ്ടമുണ്ടാകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വീടിന്റെ കാർ ഷെഡിന്റെ ഭാഗവും മതിലും തകർന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ പുനലൂർ ഭാഗത്തും തന്നെ ഇത്തരത്തിൽ മഴ ശക്തമായിട്ടുണ്ട്. ഈ കൊല്ലം ജില്ലയുടെ തെക്കൻ മേഖലകളിൽ കാറ്റും മഴയും ശക്തമായി പെയ്യും. രാത്രി അടക്കം മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ പ്രദേശവാസികളുടെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും മഴ ശക്തമായി തുടരുകയാണ് സുജയ. ഓക്കെ, ദിലീപ് ദേവസ്യയാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. പലയിടങ്ങളിലും മരങ്ങളൊക്കെ അപകടാവസ്ഥയിലുണ്ടെങ്കിൽ അതൊക്കെ മുറിച്ചു മാറ്റാനായി അധികൃതർ ശ്രദ്ധിക്കുക. ആളുകളൊക്കെ പോകുന്ന വഴിവക്കിലാണ്. അപകട സാധ്യതയുള്ള മരങ്ങളുള്ളെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കൊമ്പൊക്കെ മുറിച്ചു മാറ്റേണ്ടതാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൊമ്പൊക്കെ മുറിച്ചോളൂ.